ഇനി നമുക്ക് സോള ഔട്ട് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വലിയ വലിയ പോട്ടുകളിലൊക്കെ കുറച്ച് ലെങ്ത്ത് കൂടിയ ടൈപ്പ് നമുക്കൊരു ഫ്ലവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഫ്ലവർ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിന് ലെങ്ത്ത് അനുസരിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു ഷേപ്പിൽ സാധാരണ നമ്മൾ ഇപ്പോൾ പല പ്രാവശ്യം എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ഷേപ്പിലുള്ള പെറ്റൽ. ഇതും നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെറുതാക്കാം വലുതാക്കാം എങ്ങനെയാലും കുഴപ്പമില്ല. ഈ ഷേപ്പിലേക്ക് എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിലേക്ക് ഒരു കമ്പി എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറുത് എടുത്തിട്ടുള്ളൂ. നമുക്കിപ്പോൾ ജസ്റ്റ് കാണിക്കാൻ എളുപ്പമായതുകൊണ്ട് ചെറുത്. നിങ്ങൾക്ക് വലിയ കമ്പി അല്ലെങ്കിലും കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റിക്ക് കിട്ടുവാണെങ്കിൽ നല്ലതാണ്. ഈർക്കിലിയൊക്കെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളതാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ അതിനേക്കാളും കട്ടിയുള്ള എന്തെങ്കിലും കിട്ടുമെങ്കിൽ അങ്ങനെ. കമ്പിനേക്കാളും നല്ലത് അതായിരിക്കും. പക്ഷേ അത് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ കമ്പി എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിനെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊന്ന് അറ്റൊന്ന് പതുക്കൊന്ന് വളച്ച് വയ്ക്കാം. എന്നിട്ട് നമ്മൾക്ക് ഈ പെറ്റൽ ഇങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഈ ഒരു പെറ്റൽ ഇങ്ങനെ വെച്ചാൽ മതി. വെച്ചിട്ട് നമ്മൾ അപ്പോൾ ഇത് കമ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ലെങ്ത്തിലെടുത്തിട്ട് നമ്മൾ ടേപ്പ് ഒപ്പം വെക്കണം. ഫ്ലവർ ടേപ്പ് ഒപ്പം വെച്ചിട്ട് നമ്മൾ ടേപ്പാണ് ഇതൊന്ന് ചുറ്റുന്നത്. നൂല് കെട്ടുന്നില്ല, കമ്പിയും നമ്മൾ ചുറ്റിയെടുക്കുന്നില്ല. ഇതിന് ടേപ്പ് വെച്ചാൽ ലെങ്ത്ത് കൂടുതലുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ സൂക്ഷിച്ച് പിടിച്ച് മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് പിടിച്ചിട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ പിടിക്കുന്നതേ ഉള്ളൂ. ശരിക്കും ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് പിടിച്ചിട്ട് നമ്മൾ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഏകദേശം ഇത്രയും ചുറ്റിക്കൊണ്ടുവരിക. ഇനി നമ്മൾക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരു 2 പെറ്റൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് വേണ്ട ഇത്രയും കുറച്ചും കൂടെ നമുക്ക് താഴേക്ക് എടുക്കാം. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് വേണം എടുക്കാൻ എത്രയും നമുക്ക് താഴേക്ക് പോകാമോ. ഓക്കെ, ഇവിടെ വെച്ചെടുക്കാം. ഇപ്പോൾ 2 പെറ്റൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മളതൊന്ന് കയറ്റി വല്ലാണ്ട് കയറി പോകുന്നുണ്ടെങ്കിൽ അതിനെ മാറ്റിയിട്ട് അടുത്ത പെറ്റലെടുത്തോളണം. കാരണം നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ഇപ്പോൾ സോള ഔട്ട് ആയതുകൊണ്ട് അടിയിൽ നിന്ന് സാധാരണ കീറിപ്പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും അതിന്. ഈ ടേപ്പ് തന്നെ അതിൻ്റെ മുകളിലേക്ക് കയറ്റി ചുറ്റണം. കേട്ടോ, ഇപ്പോൾ ടേപ്പ് ചുറ്റണത് മുകളിലേക്ക് കയറ്റിയാണ് ചുറ്റണത്, താഴോട്ടല്ല മുകളിലോട്ടാണ് ചുറ്റുന്നത്. മുകളിലോട്ട് 2 ചുറ്റി കയറ്റി അതിനെ ഉറപ്പിച്ചു. നോക്കിക്കാം. അപ്പോൾ മുകളിലേക്ക് 2 ചുറ്റി കയറ്റി ഞാനതിനെ ഉറപ്പിച്ചിട്ടാണ് ഇനി വീണ്ടും ഞാൻ താഴത്തേക്ക് പോരുകയാണ്. അല്ലാണ്ട് നമ്മളവിടെ നൂല് കെട്ടണ്ട, ഒന്നും ചെയ്യണ്ട, നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളൂ. വീണ്ടും നമ്മൾ താഴത്തേക്ക് പോകും. ഫസ്റ്റ് നമ്മൾ 1 വെച്ചു, പിന്നെ 2 വെച്ചു, പിന്നെ നമുക്ക് 2 തന്നെ അങ്ങനെ വെച്ച് നമുക്കങ്ങനെ പോകാം. അതല്ല നമുക്ക് 3 പെറ്റൽസ് വെക്കണമെങ്കിൽ 3 എണ്ണം വയ്ക്കാം. അപ്പോൾ ഏകദേശം നമുക്ക് ഇവിടെ ഇങ്ങനെ ലെങ്ത്ത് വിട്ട് അത് ചെയ്താൽ മതി. അത് നമ്മൾ പെറ്റൽസ് വളരെ കുറച്ച് വെച്ചാൽ മതിയാവും. കാരണം പെട്ടെന്ന് നമുക്കത് നിറയുന്നുണ്ട്, പക്ഷെ വെക്കാൻ കുറച്ചൊന്നും ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പം 3 എണ്ണം വെച്ചിട്ടുണ്ട്. ആ 3 എണ്ണം പിടിച്ചിട്ട് ഞാൻ ടേപ്പ് മുകളിലേക്ക് ചുറ്റുവാണ്. മുകളിലേക്ക് ചുറ്റിയപ്പോൾ അത് ഉറച്ചു. പിന്നെ പെറ്റൽസിനെ വല്ലാണ്ട് ഭംഗിയാക്കാനൊന്നും പോകണ്ട, അത് ഇരിക്കുന്ന അതുപോലെ തന്നെ ഇരുന്നാൽ മതി. കാരണം പെറ്റൽസ് ആയതുകൊണ്ട് കുറച്ച് ചുളുങ്ങിയൊക്കെ ഇരുന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഇവിടെ സേഫായി. ഇനിയിപ്പോൾ നമ്മൾക്ക് അതിനെ താഴേക്ക് ചുറ്റി കൊണ്ടുവന്നാൽ മതി. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ ചെയ്യാൻ പറ്റും. ഇതുപോലെ നമുക്ക് എത്ര ലെങ്ത്തിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ ലെങ്ത്ത് കൂടുന്നവരും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് മാത്രം. അതല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് താഴേക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യാണ്ടിരുന്നാലും മതി. മുകളിലേക്ക് മാത്രം ഇങ്ങനെ പെറ്റൽസ് എടുത്ത് നല്ല ഭംഗിയല്ലേ ഇത്. ഇപ്പോൾ ഇതെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. പെറ്റൽസ് വെട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഈ ചുറ്റുന്നത് 1-2 പ്രാവശ്യം അത് ചീത്തയിൽ പോവുമായിരിക്കും. അപ്പോൾ അത് പിന്നെ ഒന്ന് ശ്രമിച്ചിട്ട് നല്ല ഭംഗിയാണിത്. കാരണം കുറച്ച് വലിയൊരു ഫ്ലവർ ഹൗസിലേക്ക് നമുക്ക് നിറച്ചിങ്ങനെ വെക്കണം. ഇത് ഒരെണ്ണമെന്ന് വെച്ചാൽ ഭംഗി ഉണ്ടാവില്ല, നിറയെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഈർക്കിലേക്ക് വെറുതെ വെച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെ കൂടെ ഫില്ലേഴ്സായിട്ട് നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം.